Good morning to all. Today I am going to take accountancy. In the previous class, we discussed about valuation of goodwill under average profit method. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ആവറേജ് പ്രോഫിറ്റിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റും. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം അതുപോലെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് ആൻസർ വർക്ക്ഔട്ട് ചെയ്യും. Average profit method. Average profit earned in past few years are used as base for this method. പാസ്റ്റ് ഇയറിൽ ഏൺ ചെയ്ത പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്. ഇനി ആവറേജ് പ്രോഫിറ്റിനെ തന്നെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സിമ്പിൾ ആവറേജ് ആൻഡ് സെക്കൻഡ് വൺ വെയ്റ്റഡ് ആവറേജ്. ഇനി എന്താണ് സിമ്പിൾ ആവറേജ്? സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ആവറേജ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ദെൻ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ്സ്. ഇക്വേഷൻ എന്താ? ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ്സ്. ദെൻ അതിന് താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഓർ മൈനസ് അഡ്ജസ്റ്റ്മെൻറ്റ് അബ്നോർമൽ ഐറ്റംസ്. അതൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പ്ലസ് അബ്നോർമൽ ലോസ് മൈനസ് അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ലോസ് ആഡ് ചെയ്യണം, അബ്നോർമൽ ഗെയിന് മൈനസ് ചെയ്യണം. ദെൻ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിന് താഴെ എഴുതിയിട്ടുണ്ട് ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ് ഈക്വൽ ടു പ്രോഫിറ്റ് ഇൻറ്റു വെയ്റ്റ്. പ്രോഫിറ്റ് ഇൻറ്റു വെയ്റ്റ്. വെയ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ വെയ്റ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയിരിക്കും. ഷാഹുൽ ആൻഡ് ഷഹീൻ ആർ പാർട്ട്നേഴ്സ് ഹാവിംഗ് ദ Shahul and Shaheen have the following profit during the last 6 years from their partnership firm as follows. താഴെ എഴുതുക 2012 1,80,000, 2013 1,90,000, 2014 2,20,000, 2015 2,40,000, 2016 2,75,000, 2017 2,92,000. Calculate the value of goodwill of the above firm if number of purchase is 3 years number of purchase ആണ് തന്നിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നിങ്ങളോട് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ ഗുഡ്വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്. ദെൻ ആവറേജ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണക്കാക്കുക? ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 6 ഇയേഴ്സ് ഓർ നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര വർഷമാണോ തന്നിട്ടുള്ള അത്രയും വർഷത്തെ പ്രോഫിറ്റിൻ്റെ ടോട്ടൽ. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 6 ഇയേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. 6 വർഷത്തെ പ്രോഫിറ്റാണ് നമുക്ക് തന്നിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ 6 വർഷത്തെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. 6 വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ആവറേജ് പ്രോഫിറ്റ് കാണാൻ ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു 1,80,000 പ്ലസ് 1,90,000 പ്ലസ് 2,20,000 പ്ലസ് 2,40,000 പ്ലസ് 2,75,000 പ്ലസ്
2,92,000 ഡിവൈഡഡ് ബൈ 6. ടോട്ടൽ എത്രയാണ് കിട്ടുന്നത്? ടോട്ടൽ 13,97,000. 13,97,000 ഡിവൈഡഡ് ബൈ 6. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 2,32,833.33. പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്നില്ല. ദെൻ ഗുഡ് വിൽ ഈക്വൽ ടു 2,32,833 ഇൻറ്റു 2,32,833.33 ഇൻറ്റു 3. ഈ 3 എവിടെ നമുക്ക് കിട്ടിയത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ആവറേജ് പ്രോഫിറ്റ് ഓഫ് 3 years പർച്ചേസസ് എന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു 3 അതാണ് നമുക്കിവിടെ കാണിച്ചിട്ടുള്ള 3 ഈക്വൽ ടു 6,98,500. 6,98,500. അടുത്ത ക്വസ്റ്റ്യൻ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തിട്ട് ആൻസർ വർക്കൗട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ ഇർഷാദ് ആൻഡ് മനീഷ് ആർ പാർട്ട്നേഴ്സ്. ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം for the last 5 years was rupees 10,000, rupees 20,000, rupees 30,000, rupees 40,000, rupees 50,000 respectively. They found there is an increasing trend in the profit. Number of years of purchase is 2. Compute the goodwill under weighted average profit method. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതുപോലെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് തന്നിട്ടുള്ളത് 2 വർഷമാണ്. അതിന് പുറമെ 5 വർഷത്തെ പ്രോഫിറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്. ദെൻ താഴെ ആൻസർ വർക്കൗട്ട് ചെയ്യാം. ആൻസർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇക്വേഷൻ എഴുതി വയ്ക്കണം. ഗുഡ്വിൽ ഈക്വൽ ടു വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ദെൻ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ വെയ്റ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ്സ്. ദെൻ ടോട്ടൽ വെയ്റ്റ്സ് കാണാനുള്ള ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ പ്രോഫിറ്റ് ഇൻറ്റു വെയ്റ്റ്. വെയ്റ്റ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ദെൻ താഴെ കോളം വരച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ വർക്കൗട്ട് ചെയ്യാനും. ഫസ്റ്റ് കോളം ഇയർ, സെക്കൻഡ് കോളം പ്രോഫിറ്റ്, തേർഡ് കോളം വെയ്റ്റ്, ഫോർത്ത് കോളം വെയ്റ്റഡ് പ്രോഫിറ്റ്. ഇതിൽ ഇയർ പറഞ്ഞ് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ സീരിയൽ നമ്പറായിട്ട് 1 2 3 4 എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇയർ 1 ഇയറിൽ എഴുതുക. ഫസ്റ്റ് ഇയറിൽ പ്രോഫിറ്റ് 10,000. ദെൻ സെക്കൻഡ് ഇയറിൽ പ്രോഫിറ്റ് 20,000. തേർഡ് ഇയറിൽ പ്രോഫിറ്റ് 30,000. ഫോർത്ത് ഇയറിൽ പ്രോഫിറ്റ് 40,000. ദെൻ ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് 50,000. അതിനുശേഷം വെയ്റ്റ്സ് തന്നിട്ടുണ്ട്. വെയ്റ്റ്സ് ഫസ്റ്റ് ഇയറിൽ 1, സെക്കൻഡ് 2, ദെൻ 3, 4, ദെൻ 5. ഇനി വെയ്റ്റഡ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണക്കാക്കുക? വെയ്റ്റഡ് പ്രോഫിറ്റ് ഈക്വൽ ടു പ്രോഫിറ്റ് ഇൻറ്റു വെയ്റ്റ്. അതായത് പ്രോഫിറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 10,000. 10,000 ഇൻറ്റു വെയ്റ്റ് എത്രയാണ്? ഫസ്റ്റ് ഇയറിലെ വെയ്റ്റ് 1. 10,000 ഇൻറ്റു 1 ഈക്വൽ ടു 10,000. ദെൻ സെക്കൻഡ് ഇയറിൽ പ്രോഫിറ്റ് 20,000, വെയ്റ്റ് 2. അപ്പോൾ 20,000 ഇൻറ്റു 2 പ്രോഫിറ്റ് 40,000.
Then next one 30,000. 30,000 into 3. Weight 3. 30,000 into 3. 90,000. Fourth year profit 40,000. Weight 4. 40,000 into 4. 1,60,000. Then last year profit 50,000. 50,000. Weight 5. 50,000 into 5. 2,50,000. Then അങ്ങനെയാണെങ്കിൽ 2,50,000. ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയത്? ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയ്റ്റഡ് പ്രോഫിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്? 5,50,000. 5,50,000. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ്സ്. ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയത് നമുക്ക്? 5,50,000. ഇനി ടോട്ടൽ വെയ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയ്റ്റുകളുടെ ടോട്ടൽ, അതായത് 5 + 4 + 3 + 2 + 1 എത്രയാണ് കിട്ടുന്നത്? 15 അല്ലേ? ദെൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ്. ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയത്? 5,50,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ് 15. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 36,667. 36,667. ഇത് ആൻസർ ആയിട്ടുണ്ടോ? ഇല്ല. ഇതെന്തായിട്ടുള്ളൂ? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. ദെൻ ഗുഡ് വിൽ കാണാനുള്ള ഇക്വേഷൻ ഗുഡ് വിൽ ഈക്വൽ ടു വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്. ഇവിടെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയത്? 36,667 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര ഇയേഴ്സ് പർച്ചേസ്? 2 വർഷത്തെ ഇൻറ്റു 2. ആൻസർ ഈക്വൽ ടു 73,334.